Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള നമ്മളെ ഈ വലിയ ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക്, കിങ്ഡം ഓഫ് ഗോഡ് എന്ന വലിയ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്ന കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. ഇതാ കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. പല വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വിശ്വസിക്കുക, എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. കർത്താവെ, എൻ്റെ ഈ പ്രതിസന്ധി, എൻ്റെ ഭാരം, എൻ്റെ സങ്കടത്തെ കൈകാര്യം ചെയ്യാൻ, അതിജീവിക്കാനുള്ള ശക്തി വേണം. രണ്ട് കരങ്ങളും നമുക്ക് നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ വെക്കാം. കണ്ണടച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിത വഴികളെ വിശുദ്ധീകരിക്കണമേ. ആഗ്രഹിക്കണം, സാധിക്കുന്ന എല്ലാവരും ആയിരിക്കുന്നിടങ്ങളിൽ ആത്മാവാം ദൈവമേ വരണമേ. നമുക്കൊക്കെ വളരെ പരിചിതമായൊരു ഗാനത്തിൻ്റെ വരിയാണ്. നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ചേർന്ന് ആത്മാവാം ദൈവമേ വരണമേ ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്ന് പാടാമോ? ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. എല്ലാവരും ചേർന്ന് ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്ന് പാടിക്കേ. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ ആ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങളിതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അത്ഭുതകരമായൊരു ദൈവ സൗഖ്യം സംഭവിക്കപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അഭിഷേകത്തിന്റെ ആത്മാവ് വീശണമേ. എല്ലാ തടസ്സങ്ങളും, എതിർചിന്തകളും, പൈശാചിക ചിന്തകളും, പ്രലോഭന മേഖലകളും ദൈവത്തിന്റെ ആത്മാവെ എടുത്തു മാറ്റണമേ. ശക്തി, ബലം, അഭിഷേകം ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവജനമേ, സന്തോഷത്തോടെ ആ കൈകളൊക്കെ കൂപ്പി ഒന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും നിൽക്കുന്നവർക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു സ്തുതി കൊടുക്കാമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തോടെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാ ഈ കിങ്ഡം ഓഫ് ഗോഡ്, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന വലിയ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വചനത്തിൽ ഒരു വ്യക്തി എന്നെയും നിന്നെയും ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. സെൻറ്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 17 ഓൺവേഴ്സ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 17-ാം തിരുവചനവും അതോടൊപ്പം തന്നെ 22-ാം തിരുവചനവുമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ഈ രണ്ട് വചനങ്ങളും അതിനിടയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളും വളരെ പ്രസക്തമാണ്, കാലിക പ്രസക്തമാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്, അല്ലേ? എന്തോരം ചോദ്യങ്ങളാണ് ദിവസവും നമ്മൾ കേൾക്കുന്നത്, നമ്മൾ തന്നെ ചോദിക്കുന്നത്. എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ, ഞാൻ മാത്രം ഇങ്ങനെ സഹിക്കുന്നു, നിങ്ങളാരും, എന്തോരം ചോദ്യങ്ങളാണ്. ഇവിടെ നമ്മൾ ദിവസവും ചോദിച്ചിരിക്കേണ്ട ഒരു ചോദ്യത്തെയാണ്
വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മർക്കോസ് സുവിശേഷം ബൈബിൾ തുറന്നേ. സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 17, 17 തിരുവചനം. നമുക്ക് ഒരുമിച്ച് ആ വചനം ഒന്ന് വായിക്കാം. യേശു വഴിയിലേക്കിറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഇതാണ് ചോദ്യം. ഈ ചോദ്യം എങ്ങനെയുണ്ട്? ചോദ്യം എന്താണ്? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ചോദ്യമൊന്നുമല്ല. ജർമ്മനിക്ക് പോകാൻ ഞാൻ എന്ത് ചെയ്യണം? കാനഡയ്ക്ക് പോകാനായിട്ട് ഞാൻ ഏത് ട്രാവൽ ഏജൻ്റ് എടുക്കലാണ് പോകേണ്ടത്? ഏത് കോഴ്സ് പഠിച്ചാലാണ് ഞാൻ രക്ഷപ്പെടുന്നത്? ഇതൊന്നുമല്ല ചോദ്യം. ഇതൊന്നുമല്ല ചോദ്യം. ചോദ്യം ഗംഭീരമാണ്. ചോദ്യം ഏതാണ്? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അടുത്തിരിക്കുന്നവരോടൊക്കെ ഒന്ന് ചോദിച്ചേ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? നല്ല ചോദ്യമല്ലേ? പ്രിയപ്പെട്ടവർ, ഈ വചനം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. നല്ലതാണ്. ആ വചനം ഒന്നും കൂടെ വായിച്ചാലോ? യേശു വഴിയിലേക്കിറങ്ങിയപ്പോൾ, അങ്ങനെയാണ് മർക്കോസ് സുവിശേഷകൻ എഴുതിയിരിക്കുന്നത്. യേശു ഇതാ വഴിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സാന്നിധ്യം ആവശ്യമുള്ള വ്യക്തിയുടെ പക്കലേക്ക് ഇറങ്ങി വരുന്ന ഈശോ. ഈശോ വഴിയിലേക്ക് ഇറങ്ങി, അല്ലാതെ എല്ലാവരും കൂടെ ഈശോയുടെ അടുക്കിലേക്ക് വന്നെന്നല്ല, മറിച്ച് ഈശോ ഇതാ ഓരോ വ്യക്തിയുടേക്കും പക്കലേക്ക് കടന്നു വരുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കണം. നിന്റെ ജീവിത അവസ്ഥ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഇതാ ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന വലിയ ശുശ്രൂഷ നിന്റെ പക്കലേക്ക് കർത്താവ് കടന്നു വരുന്നൊരു ശുശ്രൂഷയാണ്. ഈശോ അവരുടെ പക്കലേക്ക് കടന്നു വന്നു. ഇതാ വചനം പറയാണ്, അപ്പോൾ ഒരുവൻ ഓടി വന്നു. വെറുതെ ഒന്നുമല്ല, അവൻ ഓടി വന്നു. വെറുതെ വഴിയിൽ ഇത് കണ്ടോണ്ടെന്ന് ഒരുത്തനൊന്നുമല്ല. ഈശോയെ കണ്ടോണ്ട് ഒരുവൻ ഓടി വന്ന്. ഒരുവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഒരുവൻ. അവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്രമേൽ എളിമപ്പെട്ട്, അത്രമേൽ വളരെ യാചനാപൂർവം, എൻ്റെ കാര്യത്തിൽ ഇടപെടണേ, എൻ്റെ ചോദ്യത്തിന് ഉത്തരം വേണം എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ അവൻ മുട്ടുകുത്തി. എന്നിട്ടാണ് ചോദിക്കുന്നത്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഇവൻ്റെ വരവാണ്. ഓടി വന്ന് മുട്ടുകുത്തി ചോദിക്കുന്ന ചോദ്യം ഗംഭീര ചോദ്യമാണ്. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? വരവ് കൊള്ളാം അല്ലേ? ഗംഭീരം. ഇനി നിങ്ങൾ ഇവൻ പോയത് എങ്ങനെയാണെന്നൊന്ന് അറിയണം. അതാണ് നമ്മൾ പഠിക്കുന്ന അടുത്ത വചനം. അത് 22 തിരുവചനമാണ്. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. എങ്ങനെയാ പോയത്? വെറുതെ അല്ല പോയത്. വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. വന്നതെങ്ങനെയായിരുന്നു? ഓടി വന്ന് മുട്ടുകുത്തി ചോദ്യം ഗംഭീരം, നിത്യജീവൻ അവകാശമാക്കണം. അപ്പം ഈശോയുമായിട്ടുള്ളൊരു സംഭാഷണം നടക്കുന്നു. അവസാനം പോയതെങ്ങനെയാ? വിഷാദിച്ച് സങ്കടത്തോടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ അപകടകരമായ കാര്യമാണ്. ഒരു ധ്യാനത്തിന് പോകുമ്പോൾ എങ്ങനെയാണ് നീ പോകേണ്ടത്? ഇതാ വചനം പഠിപ്പിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിക്കേണ്ട കാര്യം, ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്ന വ്യക്തി തിരിച്ചു പോകുമ്പോൾ വിഷാദിച്ച് സങ്കടത്തോടെ ആയിരിക്കരുത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഇതിൻ്റെ അവസാനം, ഈ ശുശ്രൂഷ കഴിഞ്ഞ് നീ നിന്റെ ജീവിത കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ നീ വിഷാദിച്ച് സങ്കടത്തോടുകൂടി ആയിരിക്കരുത്. ഈ ചെറുപ്പക്കാരൻ നമ്മുടെ മുമ്പിൽ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. എന്നെപ്പോലെ നിങ്ങൾ ആയിരിക്കരുത്. നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പലപ്പോഴും ശുശ്രൂഷകൾക്കൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോൾ, നിന്റെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ, നിന്റെ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോയി കഴിയുമ്പോൾ, ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോയി കഴിയുമ്പോൾ, അതിനുശേഷം നിനക്ക് ദുഃഖമാണോ, സങ്കടമാണോ, വിഷാദമാണോ എങ്കിൽ നീയും ഈ ചെറുപ്പക്കാരനും തമ്മിൽ എന്ത് വ്യത്യാസം? ഒരു ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്ന വ്യക്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത് സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരി
വലിയ ഭാരത്തോടുകൂടെ വന്നതാണ് ധ്യാന കേന്ദ്രത്തിൽ. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയത് തുള്ളിച്ചാടി സന്തോഷത്തോടു കൂടിയാണ്. വന്ന ഭാരമെല്ലാം ഇറക്കി വെച്ച് വലിയ ആനന്ദം അനുഭവിച്ചുകൊണ്ടാണ് ആ സ്ത്രീ കടന്നുപോയത്. ഓരോ പ്രാർത്ഥനാ ശുശ്രൂഷയും നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ശുശ്രൂഷയാണ്. നിന്റെ വിഷാദത്തെ മാറ്റുന്ന, സങ്കടത്തെ മാറ്റുന്ന ശുശ്രൂഷയാണ്. ഇതാ ഈ ചെറുപ്പക്കാരൻ നിന്നോട് പറയുന്നു, നിന്റെ ജീവിതത്തിലും നീയും എന്നെ കണ്ട് പഠിക്കല്ലേ. ഈ ചെറുപ്പക്കാരൻ ആര് എന്നൊരു ചോദ്യം ഉണ്ടാവും. ഒരുവനെന്ന് എഴുതിയിട്ടുള്ളൂ. ആര്? അവനെക്കുറിച്ച് അല്പം കൂടെ പഠിക്കാനൊരു ശ്രമം നടത്തുന്നവർക്ക് ദേ വായിക്കാൻ 1-2 വചനം പറയാം. അത് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം തിരുവചനമാണ്. അവിടെ ഒരു പ്രമാണി, അധികാരി യേശുവിൻ്റെ പക്കൽ വന്നെന്നാ പറയണേ. പ്രമാണി യഹൂദരുടെ ഇടയിലെ ഒരു നേതാവ് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. ഇതേ ചോദ്യമാണ് അവിടെ ഉന്നയിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രമാണിയാണ്, അധികാരിയാണ്. അപ്പം ഈ ഒരുവൻ എന്ന് പറഞ്ഞതിനെ നമുക്ക് ഒരു പ്രമാണി, യഹൂദരുടെ നേതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി വീണ്ടും മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 22-ാം തിരുവചനം. ഇതാ വചനം പറയാണ്, അവൻ്റെ ഒരു പ്രായം, ഒരു ചെറുപ്പക്കാരൻ എന്നാ പറയുന്നത്. ഒരു ചെറുപ്പക്കാരൻ, അതായത് ഒരു പൊതുസ്ഥലത്ത്, ജനക്കൂട്ടം നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ അത്രമേലുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു കാര്യം വ്യക്തമായി, ചെറുപ്പക്കാരനാണ്, ഒരു പ്രമാണിയാണ്, കാര്യങ്ങളൊക്കെ വകതിരിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവൻ തിരിച്ചു പോയത് വിഷാദത്തോടുകൂടിയാണെന്ന് നമ്മൾ വായിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാമോ? മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്: യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. 22-ാം വചനം പറയുന്നു, ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി, കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഇതാ, നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയായിരിക്കും. ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് പോകുന്നത്, പള്ളിയിൽ പോകുന്നത്, ഏതെങ്കിലും പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വലിയ ആഗ്രഹത്തോടു കൂടിയായിരിക്കും. നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ, ഇതാ ഈശോ നിന്റെ മുമ്പിൽ 3 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ വെച്ച് നീട്ടുകയാണ്. അതാണ് 21-ാം തിരുവചനം പറയുന്നത്, യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചു. ഒന്നാമത്തെ കാര്യം, ഈശോ സ്നേഹപൂർവം. എങ്ങനെയാ? അരിശത്തോടെ കടാക്ഷിച്ചു എന്നല്ല, സ്നേഹപൂർവം. ഈശോ സ്നേഹപൂർവം ദേ നിന്നെ കടാക്ഷിക്കുന്നു, സ്നേഹപൂർവം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതാവസ്ഥ എന്തുവായിക്കൊള്ളട്ടെ, ഈശോ നിന്നെ സ്നേഹപൂർവം, സ്നേഹത്തോടുകൂടെ ദേ നിന്റെ പക്കലേക്ക് വരുന്നു, സ്നേഹത്തോടുകൂടെ നിന്നോട് സംസാരിക്കുന്നു, സ്നേഹത്തോടുകൂടെ നിന്റെ അടുത്തിരിക്കുന്നു. ഒരുപക്ഷെ ചിലരൊക്കെ ചിന്തിക്കും, ഓ, കർത്താവിന് എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ ഏതെങ്കിലും എതിരഭിപ്രായമുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? കർത്താവിൻ്റെ വലിയ സ്നേഹം, കർത്താവിൻ്റെ വലിയ സ്നേഹം. ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരു അനുഗ്രഹീതമായ ഒരു സാക്ഷി അനുഭവം മുംബൈയിലെ താബോർ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ്. ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു പെൺകുട്ടി, ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായ ഒരവസ്ഥ. ഇവളുടെ ജീവിതത്തിൽ ഇവൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾക്ക് അവൾ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയാണ്. എൻ്റെ വീട്ടിൽ അവരിങ്ങനെ ആയതുകൊണ്ടാണ്, അങ്ങനെ ആയതുകൊണ്ട്, ഇങ്ങനെ ആയതുകൊണ്ട് എന്ന് എല്ലാവരെയും കുറ്റപ്പെടുത്തും. ഈ പെൺകുട്ടി ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞ ആദ്യത്തെ കാര്യം, മോളെ, ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഇവൾ പറഞ്ഞു, അച്ഛനിത് പറയാൻ എളുപ്പമാണ്, ബട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ സ്നേഹം എന്നുള്ളത്, യേശു എന്നുള്ളത് അനുഭവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഈ ധ്യാനത്തിൽ കർത്താവ് അത് വെളിപ്പെടുത്തി നൽകും. ധ്യാനത്തിൽ പങ്കെടുക്കുന്നു ഈ പെൺകുട്ടി. പക്ഷേ
ഒരു വികാരവുമില്ല. എല്ലാവരും യേശുവേ എന്ന് വിളിക്കുന്നു, കരയുന്നു, ദൈവസന്നിധിയിൽ കൈയടിക്കുന്നു, പാട്ടുപാടുന്നു. ഇതിലൊന്നും പങ്കെടുക്കാതെ ഏറ്റവും പുറകിൽ കയ്യും കെട്ടിയിരിക്കുന്ന ഈ പെണ്ണ്. കാരണം ഇവൾക്ക് ഇതൊരു അനുഭവമായിട്ടില്ല. അങ്ങനെ പ്രാർത്ഥന മുമ്പോട്ട് നീങ്ങുന്നു. കുമ്പസാര ദിവസം ദൈവജനം ഒരുമിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവളും കുമ്പസാരിക്കാൻ പോയി. നല്ല കുമ്പസാരമായിരുന്നു എന്നൊന്നും അറിഞ്ഞുകൂടാ. എല്ലാവരും ഒരുമിച്ച് വൈകുന്നേരത്തെ ആരാധന സമയത്ത് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ജനത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് പരിശുദ്ധ അൽത്താരയിൽ വെളിച്ചം മാത്രം നമ്മൾ ആ കൂടാരത്തിൽ ഒരുക്കിയിരിക്കുക. ഇവളുടെ ഉള്ളിലൊരു ചിന്ത, എല്ലാവരും ഈശോ എന്ന് വിളിക്കുന്നു, ഇപ്പോഴാണെങ്കിൽ ആരും എന്നെ കാണത്തുമില്ല, ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞാനും വിളിക്കാം ഈശോയെന്ന്. ഇവൾ അവിടെ നിന്ന് കണ്ണുനീരോടെ യേശുവേ എന്നൊരൊറ്റ വിളി. ഈ പെൺകുട്ടി സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാ എൻ്റെ പക്കലേക്ക് പരിശുദ്ധ അൽത്താരിൽ നിന്ന് യേശു കടന്നു വന്നു. ഇവള് സാക്ഷ്യം പറയാണ്, ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ യേശുവിനെ കണ്ടു. ഈ പെൺകുട്ടി നല്ല ചിരി. ഇവള് പറയാണ്, യേശു എന്നെ കണ്ടു, യേശു എൻ്റെ അടുക്കൽ വന്നു. അപ്പം ഞാൻ വളരെ ആകാംക്ഷയോടെ ചോദിച്ചു, യേശു നിന്നോട് എന്തു പറഞ്ഞു? ഇവള് പറഞ്ഞെന്താണെന്നറിയോ? ഈശോ എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷേ യേശു എൻ്റെ മുമ്പിൽ വന്ന് എന്നെ നോക്കി പുഞ്ചിരിച്ചു. അത് മതി, ഇപ്പോൾ എൻ്റെ മുഖത്ത് തെളിയുന്ന ചിരി ആ ചിരിയാണ്. ഈ പെൺകുട്ടി പറയാണ്, യേശു എൻ്റെ പക്കൽ വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് പുഞ്ചിരിച്ചു, എനിക്കത് മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ നീ ആയിരിക്കുന്ന അവസ്ഥ എത്ര വലിയ ആഴപ്പെട്ട ദുഃഖത്തിൻ്റെ അവസ്ഥയാണെങ്കിലും നിന്റെ പക്കലേക്ക് വന്ന് സ്നേഹത്തോടുകൂടെ നിന്നോട് സംസാരിക്കുന്ന ഈശോ, സ്നേഹത്തോടെ നിന്റെ പക്കലേക്ക് വന്ന് നിന്നെ കടാക്ഷിക്കുന്ന ഈശോ ഇതാ നിന്നോട് പറയുന്നു, നിനക്ക് ചില കുറവുകളുണ്ട്. നിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അസ്വസ്ഥപ്പെട്ട് വിഷാദിച്ച് സങ്കടത്തോടെ പോകാനല്ല, മറിച്ച് നമ്മുടെ കുറവുകളെ കണ്ടെത്തി അനുഗ്രഹമാക്കി മാറ്റാൻ കർത്താവ് ക്ഷണിക്കുകയാണ്. നിത്യജീവൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദര സഹോദരി, ഇതാ നിന്റെ പക്കലേക്ക് ഈശോ വന്നിട്ട് നിന്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് സ്നേഹത്തോടെ ഒരു തിരുത്തൽ നിനക്കും ആവശ്യമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ഈശോയെ സ്വീകരിക്കുന്നതിന്, നിത്യജീവൻ എന്ന് പറയുന്ന ഈ അനുഭവം സ്വന്തമാക്കുന്നതിന് എന്താണ് എൻ്റെ കുറവ്? എൻ്റെ കുറവ് എന്താണ്? നമുക്കെല്ലാവർക്കും ചില കുറവുകളുണ്ട്. ഈ കുറവുകൾ കണ്ടെത്തി നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്കും ആഗ്രഹിക്കാം നിത്യജീവൻ, യേശുവിനെ സ്വന്തമാക്കാനുള്ള വലിയ ഒരാഗ്രഹം. വിഷാദത്തോടെ തിരിച്ചു പോകാനല്ല, സന്തോഷത്തോടുകൂടെ തുള്ളിച്ചാടി യേശുവിനോട് ചേർന്നിരിക്കാനുള്ള വലിയ ആഗ്രഹം. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് അത് സമ്മാനിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ ആരാധന സമയത്ത് ഈ അഭിഷേകത്തിന് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വലിയ ദൈവരാജ്യ ശുശ്രൂഷയുടെ ആരാധന സമയം കർത്താവ് എൻ്റെ മേലും നിൻ്റെ മേലും ഒരു പുതിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കുന്ന സമയമാണ്. ഇതാ ഈശോയുടെ പക്കൽ ഒരു വ്യക്തി എത്തി, വലിയ ആഗ്രഹത്തോടെ എത്തി. നമ്മൾ വചനത്തിൽ അതാ പഠിച്ചത്.
അവൻ വലിയ ആഗ്രഹത്തോടുകൂടെ വന്നിട്ട് ഈശോയോട് ചോദിക്കുന്നു, ഈശോയെ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു വളരെ സ്നേഹത്തോടുകൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി, അവനോട് സംസാരിച്ചു, അവൻ്റെ കുറവുകൾ പറഞ്ഞു. എന്നാൽ അവനത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവൻ്റെ കുറവ് അവൻ അംഗീകരിക്കാൻ പറ്റിയില്ല. വചനം പഠിപ്പിക്കുന്നു, അവൻ വിഷാദത്തോടെ സങ്കടത്തോടെ തിരിച്ചുപോയി. ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ നേരെയും നിന്റെ ജീവിതത്തോടും ഇതാ ഈശോ വളരെ സ്നേഹത്തോടെ നോക്കുകയാണ്. നിന്നോട് ചില കാര്യങ്ങൾ ഈശോ പറയുകയാണ്. നിന്റെ ജീവിതത്തിലെ ചില കുറവുകൾ, നിത്യജീവന അവകാശമാക്കുന്നതിൽ ചില കുറവുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ നിത്യജീവൻ എന്ന് പറയുന്ന ദൈവസ്നേഹ അനുഭവം അനുഭവിക്കുന്നതിന് എന്താണ് എൻ്റെ ജീവിതത്തിലുള്ള തടസ്സം? ഒരുപക്ഷെ നീ ചിന്തിക്കുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ വീട്ടിലുള്ളവരാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത് എന്നൊരു ചിന്തയാണോ? എൻ്റെ കൂട്ടുകാരാണ്, അയൽവാസികളാണ്, നാട്ടുകാരാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത്, എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള ചിന്താഗതിയാണ്. ഇതാ ഈശോ നിന്നോട് പറയുന്നു, മകനെ, മകളെ, നിന്റെ സ്വഭാവത്തിൽ നിന്റെ ഉള്ളിലാണ് ചില കുറവുകളുള്ളത്. മറ്റുള്ളവരെ ആരെയും കുറ്റപ്പെടുത്തേണ്ട, മറിച്ച് എൻ്റെ കുറവിനെ ഞാൻ അംഗീകരിക്കാൻ പഠിക്കണം. ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ഈശോ സ്നേഹത്തോടെ ഓരോ വ്യക്തിയെ നോക്കി സംസാരിക്കുകയാണ്, നിന്റെ കുറവ് ചൂണ്ടിക്കാണിക്കുകയാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകളടയ്ക്കുമ്പോൾ നമ്മുടെ കുറവിനെ നമ്മൾ അംഗീകരിക്കുക. എനിക്ക് ഇങ്ങനെ ചില സ്വഭാവ രീതികളുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എനിക്കിങ്ങനെ ചില ദുശീലങ്ങളുണ്ട്, ചില പാപവഴികൾ എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ കൂട്ടുകെട്ട് ഇങ്ങനെയൊക്കെയാണ്. ഈ വഴികളെ നമ്മൾ അംഗീകരിക്കണം. അംഗീകരിക്കുന്നത് ഒരു ജീവിതത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ആരംഭമാണ്. അംഗീകരിച്ചാൽ മാത്രം പോരാ, ആ മേഖലകളിൽ നിന്ന് പുറത്തു വരാനുള്ള വലിയൊരു തീരുമാനം. വിശുദ്ധ ഗ്രന്ഥത്തും സക്കേവൂസിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്നു. ആ മനുഷ്യൻ്റെ ഉള്ളിൽ ആഗ്രഹം മാത്രമല്ല, ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടായിരുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ദൈവമേ, എൻ്റെ കുറവുകളെ അതിനെ വിശുദ്ധീകരിക്കാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനും തിരുത്താനുമുള്ള കൃപ എനിക്ക് വേണം. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിക്കുക. യേശുവേ, ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ ഗാനത്തിൻ്റെ വരികൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ കുറവുകൾ അൾത്താരിൽ സമർപ്പിച്ച് വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചേർന്ന് എല്ലാവരും ഈ വരികളൊന്ന് പാടി ഒന്ന് പ്രാർത്ഥിച്ചേ. മരണത്തെ ജയിച്ചവനെ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, ആമേൻ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ചേർന്ന് പാടിക്കേ. എല്ലാ മുട്ടും മടക്കപ്പെടും, എല്ലാ മുട്ടും മടങ്ങും, യേശുവേ, എല്ലാ നാവും പാടിടും, ആമേൻ. യേശു മാത്രം കർത്താവെന്ന്. ഇതൊരു വലിയ തീരുമാനമാണ്. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു എല്ലാ വ്യക്തികളും വിശ്വസിക്കുന്നു. ഈ ആരാധനയുടെ മുമ്പിൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും സമർപ്പിക്കുക. നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും സാരമില്ല. ഇതാ ഈശോ നിന്നെ സ്പർശിക്കുന്ന സമയം, യേശു നിന്നെ സ്നേഹത്തോടെ നോക്കുന്ന സമയം, യേശു നിന്റെ ജീവിതത്തിലെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് മകനെ, മകളെ, ഇത് തിരുത്തണമെന്ന് ഓർമ്മപ്പെടുന്ന സമയം. അതിനെ അംഗീകരിക്കുക, സ്നേഹിക്കുക. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആ കുറവുകൾ സമർപ്പിച്ചൊന്ന് സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് ദൈവജനത്തിന്റെ മേൽ പ്രവർത്തിക്കട്ടെ. എല്ലാ കുറവുകളെയും അംഗീകരിക്കാൻ ബലപ്പെടാൻ പരിശുദ്ധാത്മാ
പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സമയത്ത് യേശുവിനെ നേരെ നോക്കി യേശുവിനോട് പറയണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പല തീരുമാനങ്ങൾ എടുത്തെങ്കിലും ആ തീരുമാനങ്ങൾ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റിയില്ല. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ബലക്കുറവാണ്. തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കണം. പ്രത്യേകിച്ച് ദൈവീകമായ ചില സന്ദേശങ്ങൾ ലഭിച്ചവരുണ്ടല്ലോ, ദൈവീകമായ തീരുമാനങ്ങളാണെന്ന് അറിഞ്ഞവരുണ്ടല്ലോ. എന്നിട്ടും നമ്മൾ ആ ചിന്തകളെ, ആ തീരുമാനങ്ങളെ വേണ്ടാന്ന് വെച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് അത്ര നല്ലതല്ല എന്ന് നമുക്കറിയാം. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ അനേക തോന്നലുകളാണ്. എനിക്ക് അങ്ങനെ തോന്നി, എനിക്ക് ഇങ്ങനെ തോന്നി. ലോകം വെച്ച് നീട്ടുന്ന പല കാര്യങ്ങളോടും നമുക്ക് പല തോന്നലുകളുണ്ടാവും. അവയെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കണമെങ്കിൽ ഈ കർത്താവിൻ്റെ നിന്ന് കിട്ടുന്ന ശക്തി നമുക്ക് ആവശ്യമാണ്. യേശുവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. കർത്താവെ, ഞങ്ങളിലത് സംഭവിക്കപ്പെടട്ടെ. രണ്ട് കരങ്ങളും അൾത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈ വരികൾ വീണ്ടും പാടി നമ്മൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളിത് ഏറ്റെടുക്കുന്നു. സ്വരമുയർത്തി ചേർന്നൊന്ന് പാടി പ്രാർത്ഥിച്ചേ. എല്ലാ മുട്ടും മടങ്ങും, ആമേൻ. എല്ലാ നാവും പാടും, യേശുവേ, യേശു മാത്രം കർത്താവെന്ന്. ചേർന്ന് എല്ലാവരും പറഞ്ഞേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, നീ മാത്രം, യേശു മാത്രം കർത്താവെന്ന്. യേശുവേ വിളിച്ചേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശുവേ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, നീ മാത്രം കർത്താവ്. യേശു മാത്രം കർത്താവ്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കണ്ണുകളുടെ ചെല്ലവരും സ്തുതിച്ചോ. ഇതായി പരിശുദ്ധ അൽത്താരിൽ നിന്നുള്ള വലിയൊരു കൃപ നിന്റെ മേൽ വെളിപ്പെടുന്ന സമയം. നിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. നിന്റെ ബലഹീനതകളുടെ മേൽ കർത്താവിൻ്റെ ഒരു കരുണ വെളിപ്പെടട്ടെ. നിന്റെ കുറവുകളെ അംഗീകരിക്കാനുള്ള ബലം പരിശുദ്ധാത്മാവ് നൽകട്ടെ. സ്വയം അംഗീകരിക്കാൻ, നിന്റെ ആയിരിക്കുന്ന കുടുംബത്തെ അംഗീകരിക്കാൻ, നിന്റെ ബന്ധങ്ങളെ അംഗീകരിക്കാൻ, നിന്റെ ജീവിതത്തിലായിരിക്കുന്ന ഓരോ മേഖലകളിലും കർത്താവിൻ്റെ വലിയ കൃപ, സംരക്ഷണം ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടുന്നു. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് അത്ഭുതകരമായി ഓരോ വ്യക്തിയുടെ മേൽ ഇടപെടുന്നു. വിശ്വസിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു, എൻ്റെ ജീവിതം യേശുവിൻ്റെതാണ്. ചേർന്ന് എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കട്ടെ. യേശു നീ, യേശു നീ